വരുമ്പോൾ എന്തേലും ഒരു വിഷയം പറഞ്ഞ് അപ്പം വീട്ടിൽ കലകൊണ്ടായിരിക്കും. കലകൊണ്ടായി കഴിയുമ്പോൾ പിന്നെ അപ്പണെങ്കിൽ അവിടെ 24 മണിക്കൂർ അവിടെ ഇവിടെയൊക്കെ മാറി കഴിയുമ്പോൾ പ്രാർത്ഥന സമയം കഴിയും. അതിന് അച്ഛൻ പറയും, ജോശാമേ ഇനിയിപ്പം ചോറെടുക്ക, കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ചോറും ഒക്കെ മേടിച്ച് കഴിച്ച് എല്ലാവരും കിടക്കാൻ അവരവരുടെ ബെഡിലൊക്കെ പോയി, കർത്താവ് നീ എല്ലാം അറിയുന്നു, ഞാനിതാ മറന്നു ഒറ്റ കിടക്കുക. ചില 23 സെക്കൻഡ് ഒറ്റയടിക്കാൻ വായിച്ചത്. ബന്ധം വിട്ട് കിടക്കുന്ന കുടുംബമണ്ഡലം, ബന്ധം വിട്ട് കിടക്കുന്ന സഭാമണ്ഡലം, ഇതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത് അസാധ്യമാണ്. എന്നാൽ എഗസ്കേൽ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവിന് വീണ്ടും പറയാനൊരു ദൂതുണ്ട്. പ്രവാചകനെ, നീ കാറ്റിനോട് കൽപ്പിക്ക, ഈ നിഗതങ്ങളുടെ മേൽ ഊതാൻ. ശ്രദ്ധിക്കണം, എഗസ്കേൽ പ്രവാചകൻ ദൈവത്തിന് എന്ന് പറയാ, നീ കൽപ്പിക്ക, ഈ നിഗതന്മാരുടെ മേൽ ഊതുവാൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ, ദൈവത്തിന് തന്നെ അങ്ങ് പറഞ്ഞുകൂടായോ കാറ്റ് ഇവിടെ മേൽ ഊതുക എന്ന്? ഇല്ലില്ല. അവിടുത്തെ എന്റെ വിഷയം ഇതാണ്. ദൈവം പറയുകയല്ല, പിന്നെയോ എഗസ്കേലിനെ കൊണ്ട് പറയിക്കുകയാണ്. ദൈവം പറയുകയല്ല, പിന്നെയോ എഗസ്കേലിനെ കൊണ്ട് ദൈവം പറയിക്കുകയാണ്. എഗസ്കേൽ പറഞ്ഞു, കാറ്റിനോട് കൽപ്പിച്ചു, കാറ്റേ ഈ നിഗതന്മാരുടെ മേൽ ഊതുക. എഗസ്കേലിന്റെ വായിൽ നിന്ന് വചനം പുറപ്പെട്ട നിമിഷം നിഗതന്മാരുടെ മേൽ കാറ്റൂതി. അവർ ഞരമ്പ് വന്നു, ത്വക്ക് വന്നു, മാംസം വന്നു, മറ്റേ മേധസ്സും വന്നു. എഴുന്നേറ്റ് ഞരമ്പാണ്ടികൾ ഉറച്ചു ഒരു മഹാസൈന്യമായിട്ട് നിന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രിക്കാലം നിന്റെ മേലൊരു ശക്തിയുണ്ട്, നിന്റെ മേലൊരു ശക്തിയുണ്ട്, നിന്റെ നാവിലൊരു ശക്തിയുണ്ട്. നീ കൽപ്പിച്ചാൽ ബന്ധം വിട്ട് കിടക്കുന്ന ചില മണ്ഡലങ്ങളെ, അസാധ്യമെന്ന് കിടക്കുന്ന മണ്ഡലങ്ങളെ നോക്കി നീ കൽപ്പിച്ചാൽ ഈ ദിവസം ജീവൻ പ്രാപിക്കാൻ മറുപടിയില്ലാത്ത മണ്ഡലത്തെ നോക്കി ഇന്ന് രാത്രിക്കാലം നീ കൽപ്പിക്കുന്നതാണ്. മാനസാന്തരപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാത്ത വിഷയത്തെ നോക്കി നീ യേശുവിന്റെ നാമത്തിൽ മറുപടി പുറപ്പെട്ടു വരുന്ന കൽപ്പീര് നിന്റെ വായിലൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം, ആദിയിൽ ദൈവത്തിന്റെ അതിരത്തിലിരുന്ന ശക്തി ഇപ്പൊ നമ്മുടെ വാക്കിനൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ അതരത്തിന്, നമ്മുടെ വാക്കുകൾക്കൊരു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? നാവിനെ കുറിച്ച്. ഒരു ചെറിയ തീ, വലിയ നാവ്, ഒരു ഹൈസ്കൂളിൽ പഠിച്ചൊരു അച്ഛൻ, എനിക്ക് പ്രായമുള്ളേ, കാണാൻ പറ്റും, കണ്ണാടിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എടുത്ത് വായിക്കാൻ വേണ്ടി വായിച്ചപ്പോൾ അച്ഛൻ എങ്ങനെ വായിച്ചു? നാവ് ഒരു തീ തന്നെ. നിർത്താതെ വായിച്ചുകൊണ്ടാണ് സംഭവിച്ചത്. നാവ് ഒരു തീ തന്നെ. സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നത്, ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ നാവിന്. ഒരു പാസ്റ്റർ മോനെ ഒത്തിരി മഴക്ക് പറഞ്ഞു, ഗുരുത്തൊക്കെ എടുക്കും. ഒത്തിരി മഴക്ക് പറഞ്ഞ പാസ്റ്റർ വെച്ച്, നീ എന്താ തിരിച്ചൊന്ന് പറഞ്ഞത്തെ? അവൻ പറഞ്ഞ വാക്യായത്, എന്റെ ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ വൈനത്തിലുണ്ട്. നാവിനെ ശ്രദ്ധിക്കണം ദൈവമക്കൾ. എന്തുകൊണ്ട് ഇന്ന് രാത്രി ഇത് പറയുന്നു എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഒരു കാര്യം പറയാം, ദൂതിനംശികൾ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. നാവിനെ നാം, കാരണം എന്തുകൊണ്ട്? നമ്മളിൽ ഉള്ളിലൊരു ശക്തിയുണ്ട്. നമ്മൾ പറഞ്ഞ സംഭവിക്കുമെന്ന് ഞാൻ ഈ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, നീ കൽപ്പീര് ഈ മലയോട് ഇത് ചാടി കടലിൽ പോകാന്ന് പറഞ്ഞാൽ, നീ പറഞ്ഞാൽ അല്ലെങ്കിൽ മലയോട് നീ കൽപ്പിച്ചാൽ, അത് മാറാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥന വെക്കണമെന്നല്ല കർത്താവ് പറഞ്ഞേ. നീ കൽപ്പിച്ചാൽ അതെന്ത് ചെയ്യും? വാക്കിലൊരു ശക്തി ഉണ്ടെന്ന് യേശു മൂലം പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം പറഞ്ഞ, നീ തലമുറയെ നോക്കി കഴുതേ എന്ന് വിളിക്കരുത്. നിന്നിലൊരു ശക്തിയുണ്ട്. ഒരു പക്ഷെ അവൻ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. ഈ തലമുറയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ബുദ്ധി കുറവുള്ളവനെ ഔദാര്യമായി കൊടുക്കുന്നവരോട് യാചിപ്പിനെന്ന യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ തലമുറയ്ക്ക് ബുദ്ധിയില്ലെങ്കിൽ അവനെ പല
പരസ്യമായി ശാസിക്കുന്ന പോലെ അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൾ തലയ്ക്ക് വെച്ച് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകും, കൽപ്പിക്കാൻ തയ്യാറാകും. വ്യത്യാസം കണ്ടുകൂടാം. ഹല്ലേലൂയ. മുന്നേറ്റമില്ലാത്ത സാമ്പത്തിക മണ്ഡലത്തെ നോക്കി നീ നിരാശയുടെ വാക്കുകൾ പറയാതെ, പരാജയത്തിന്റെ വാക്കുകൾ പറയാതെ, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയാതെ വിശ്വാസത്തിന്റെ വാക്ക് നീ കൽപ്പിയത്, വിശ്വാസത്തെ നീ പ്രഖ്യാപിക്ക്. നന്മ നിനക്ക് പുറപ്പെട്ടു വരാൻ പോകുകയാണ്. അധ്വാനിച്ചിട്ടും മിച്ചം കാണാതെ ഓട്ടക്കളത്തിന്റെ അനുഭവമാണെങ്കിൽ, ഓട്ടത്തിന്റെ അനുഭവമാണെങ്കിൽ ഈ ദിവസം അതിനെതിരെ നീ കൽപ്പിക്കാൻ തയ്യാറാകുക. നാവിനൊരു ശക്തി. നമ്മൾ പറഞ്ഞ എന്തെങ്കിലും സംഭവിക്കോ? ഓ, വിശ്വാസം പോരാ. നമ്മൾ പറഞ്ഞ എന്തെങ്കിലും സംഭവിക്കോ? അയലത്തുകാരൻ ഒരാളെ എന്നും നമ്മൾ ഉപദ്രവിക്കുക. നമ്മൾ എന്ത് പറയും? ഏറ്റ പാസ് പ്രാർത്ഥന വിഷയം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ വിഷയത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി, നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി, നമ്മളെ അയൽക്കാരൻ ഒരാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പാട്ടൊക്കെ ഒന്ന് പാടും. ജീവിത പങ്കാളി, അങ്ങനത്തെ വരി ഉണ്ടല്ലോ, എന്നെ എതിർക്കുന്ന ശത്രുക്കളല്ല ചിന്ന പിന്നെ ഒക്കെ പാടി ഒരു ശാസിച്ചു. ഒരു കുട്ടിയിലും അവൻ കാണാതെ അവരുടെ വീട്ടിലൊക്കെ ചെന്ന് ശാസിച്ചു ഒക്കെ. നമ്മുടെ ഇടയിലുണ്ട് ഇതിന് അന്ധവിശ്വാസം. അതിന് വിശുദ്ധ അന്ധവിശ്വാസം എന്ന് പറയാമോ എന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രാർത്ഥിച്ച് വല്ലവരുടെയും വസ്തു കൊണ്ടുവരിക, കുഴിച്ചിടുക, അതിന്റെ കൂടുതലെത്രയാണ് ഞാൻ പറയാം. ല്ലേ ഒരു പരിപാടി അതിനകത്തും ചിലർ പറയും പ്രാർത്ഥിച്ചു കൊണ്ടിട്ടേക്കാം. ദൈവാസന്മാരെ തന്നെ അതിനെ പഠിപ്പിക്കുന്ന ആവശ്യമില്ലാത്ത. എനിക്കതിനകത്തോടെ മാനസികമായിട്ട് ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാം. പക്ഷെ എനിക്കതിനുള്ള കാര്യം പറഞ്ഞു. അതും വെച്ചതുപോലെ തന്നെ അവൻ താമസിക്കുന്ന അവന്റെ വസ്തു തൊട്ടപ്പുറത്ത് നമുക്ക് 5 സെന്റ് ഉണ്ട്, അവന്റെ 2 സെന്റേ ഉള്ളൂ. അതിന് അവന്റെ 2 സെന്റിനോട് ചേർന്നാൽ കുറച്ചുകൂടി വിസ്താരമാവും. അവൻ കുഞ്ഞുങ്ങളോട് താമസിക്കുക. അവിടെ അവനറിയാതെ കൊണ്ടുവരാനാണ് പ്രാർത്ഥിച്ചിട്ട്. എന്നിട്ട് യേശു അത് കൽപ്പിക്കുക, പുറപ്പെട്ടു വരട്ടെ. അതിന് വിശ്വാസം അവരെ കൂടാതെ കുറ്റി അടിച്ച് മാറ്റി അടിച്ചിട്ട്. അതൊക്കെ ഒരുമാതിരി അന്ധവിശ്വാസങ്ങളാണ്. അത് ജാതീയ മണ്ഡലത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടും നമ്മൾ വിട്ടുപോകാത്ത ചില വിശ്വാസങ്ങളാണ്. അന്യന്റെ ഭാഗം മോഹിക്കരുതെന്ന് കളിക്കാൻ മറന്നു പോകരുത്. ശ്രദ്ധിക്കണം. നമ്മുടെ നാവിനൊരു ശക്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ ചിന്തിക്കുക. നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരിക്കൽ പ്രവാചകൻ സഹോദരിയോട് വന്നു, സഹോദരി കുടിക്കാൻ അല്പം വെള്ളം എടുക്കാനാണ്. സഹോദരി തിരിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എന്തായാലും വെള്ളം എടുക്കാൻ പോയല്ലേ, ഇച്ചിരി അപ്പം കൂടെ കൊടുത്തു. വെള്ളം കൊടുക്കാന്ന് വെച്ചപ്പോൾ പിന്നെ അരി വലിയ കുഴപ്പമായി, ഞാൻ അപ്പം കൂടെ കൊടുക്കും. സഹോദരി വലുതായിട്ടൊന്നും പറഞ്ഞില്ല. തിരിഞ്ഞു തന്നെ സഹോദരി പറഞ്ഞു, ഇച്ചിരി മാവുണ്ട് അല്ലേ, കലത്തിൽ അല്പം മാവുണ്ട്, അതുകൊണ്ട് അടയുണ്ടാക്കി എനിക്കും മകനും കഴിക്കാനും മരിക്കാനുമായിരിക്കുന്നത് അല്ലേ. ശരിയാന്ന് ഞാൻ പറയുന്നത്. അല്പം മാവുണ്ട്, അതുകൊണ്ട് എന്തുണ്ടാക്കണം? അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് മരിക്കാനിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞനുസരിച്ച് പോയി ആ അല്പം മാവിന്ന് അല്പം മാവെടുത്ത് അടയുണ്ടാക്കി പ്രവാചകന് കൊടുത്തു. ആ കലത്തിലെ മാവ് പിന്നെ സഹോദരി പറഞ്ഞു, അല്പം മാവുണ്ട്, ഉള്ളതെന്ന് പറഞ്ഞു. ചില ഉള്ളത് പറയത്തില്ല. ഒരുങ്ങി ഇറങ്ങുമ്പോൾ അടുത്ത വിശ്വാസിക്ക് എവിടെ പോന്നു? തിരുവനന്തപുരത്ത് പോയായിരിക്കും, പറയത്തില്ല. നമ്മുടെ കല്യാണം ആലോചിക്കാൻ പറ്റില്ല, രണ്ട് തിരുവല്ല പോന്നിട്ട് വരാം. ഉള്ളത് പറയത്തില്ല. അതവിടെ നിൽക്കട്ടെ. ഉള്ളത് പറയത്തില്ല. സഹോദരി ഉള്ളത് പറഞ്ഞു, അല്പം ഇതുകൊണ്ട് അടയുണ്ടാക്കി കഴിച്ചോ? കഴിച്ചു അല്ലേ. അവർ കഴിച്ചു, അവർ രണ്ടുപേരും കഴിച്ചു, ഒത്തിരി നാൾ കഴിച്ചു. പ്രവാചകനും അതിന്റെ കൂടെ ഒരു വാക്കൂടെ ചേർത്തായിരുന്നു. അതാ ശ്രദ്ധിക്കുന്നത്. എന്റെ വിഷയം അവിടെയാണ്. മരിക്കാൻ അല്ലെ. അവൾ പറഞ്ഞ പോലെ ആ വീട്ടിൽ ഒരു മരണവും സംഭവിച്ചു. നിന്റെ നാവ് നന്മ പറഞ്ഞാൽ നന്മ സംഭവിക്കും, നിന്റെ നാവ് തിന്മ പറഞ്ഞാൽ തിന്മയും സംഭവിക്കും. അവളുടെ മകൻ മരിച്ചു. പിന്നെ പ്രവാചകൻ ആ സ്ഥാനത്തുണ്ടായത് കൊണ്ട് അവിടെ ഉയർപ്പ് നടന്നു എന്നേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണം. നാവ് കൊണ്ട് അവൾ പറഞ്ഞു തിന്നാനിരിക്കുകയാണെന്നും ദൈവം അവരെ തീറ്റിച്ചു അല്ലെങ്കിൽ ഭക്ഷിപ്പിച്ചു. മരിക്കുമെന്ന് പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ നാവിന് എന്തോ ഉണ്ട്, ഒരു ശക്തിയുണ്ട്. ഒരു ഹല്ലേലൂയ പറയാമോ? നമ്മുടെ നാവിനൊരു ശക്തിയുണ്ട്. യോശുവ ഒരിക്കൽ സൂര്യൻ നോക്കി, സൂര്യ നീ ഗിബെയോനിലും, ചന്ദ്ര നീ അയ്യലും താഴ്വരയിലും